1/2 കിലോ ശർക്കരയാണ് കേട്ടോ. വലിയ അച്ചായതുകൊണ്ട് അതൊന്ന് പൊടിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് കുത്തി പൊടിച്ചാൽ മതി കേട്ടോ. ഇടിക്കല്ലിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചാൽ മതി. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് ഫ്ലെയിം ഓൺ ചെയ്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളവരട്ടെ. തിളച്ച് കഴിഞ്ഞാൽ തീ സിമ്മിൽ വയ്ക്കുക. എന്നിട്ട് എല്ലാതും അലിഞ്ഞ് കഴിയണ വരെ വെയിറ്റ് ചെയ്യുക. അവസാനമാകുമ്പോൾ കുറച്ച് കട്ടകളൊക്കെ ഉള്ളത് നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇനി പതയൊക്കെ വരുന്ന സമയമാകുമ്പോൾ പിന്നെ കൂടുതൽ നേരം അതിലത്തെ വെള്ളം അധികം വറ്റിച്ച് കളയണ്ട. കാരണം പിന്നെ കട്ട പിടിക്കില്ലേ ശർക്കര. അപ്പോൾ ഈ ശർക്കര നമുക്ക് അരിച്ചെടുത്ത് അതിൻ്റെ കരടൊക്കെ മാറ്റി തണുത്ത് കഴിയുമ്പോൾ നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ശർക്കരയുടെ എന്താവശ്യത്തിനും ഇതെടുക്കാം. ഇതിപ്പോൾ ചൂടായ കാരണം കേട്ടോ ഇങ്ങനെ ലൂസ് പോലെ ഇരിക്കുന്ന. ഇനി തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ ചായ വയ്ക്കുമ്പോൾ നമുക്ക് ശർക്കര ചായ ആണെങ്കിൽ പാൽ ചായ ആണെങ്കിലും അല്ലെങ്കിൽ പഞ്ചസാര ഇടണമെങ്കിൽ അങ്ങനെ ശർക്കര ഇടണമെങ്കിൽ ഇതിൽ നിന്ന് ഓരോ സ്പൂണ് ഇട്ടാൽ മതി. അപ്പോൾ നല്ല എളുപ്പമല്ലേ. കുറേ നാളിരിക്കുക, എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാണ്ട് ഇത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലിരുന്നോളും. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ ചെയ്ത് നോക്കാം കേട്ടോ. ബൈ.